Good morning, students. At the university question, solve the initial value problem. Y double dash plus y is equal to 0. Y0 is equal to 3. Y dash 0 is equal to 1. The July 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. അതായത് ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് y ഡബിൾ ഡാഷ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? x സ്ക്വയർ എഴുതാം. y ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 1. That is equal to 0. അപ്പോൾ ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് y ഡബിൾ ഡാഷ് എന്ന സ്ഥാനത്ത് m സ്ക്വയർ എഴുതുന്നു, y യുടെ സ്ഥാനത്ത് 1 എഴുതുന്നു. m സ്ക്വയർ പ്ലസ് 1 is equal to 0. അപ്പോൾ m സ്ക്വയർ പ്ലസ് 1 is equal to 0 അപ്പോൾ m സ്ക്വയറിന്റെ വാല്യൂ 3 ആയിരിക്കും -1. അപ്പോൾ m ന്റെ വാല്യൂ 3 ആയിരിക്കും പ്ലസ് ഓർ മൈനസ് 9. അപ്പോൾ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. റൂട്ട്സ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോം ആണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോം ആണെങ്കിൽ y എഴുതാനുള്ള ഫോർമുല ഇതാണ്: e raised to alpha x c1 cos beta x plus c2 sin beta x. ഇതാണ് ഫോർമുല. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ y എഴുതാനുള്ള ഫോർമുല e raised to alpha x into c1 cos beta x plus c2 sin beta x. ഇതാണ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ y എഴുതാൻ പോകുന്നത്. therefore y is equal to e raised to, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 പ്ലസ് ഓർ മൈനസ് ഐ എന്നാണ്. 0 പ്ലസ് ഓർ മൈനസ് ഐ. അപ്പൊ ആൽഫയുടെ സ്ഥാനത്ത് എന്താണ് എടുക്കണേ? 0 ആണ്. ബീറ്റയുടെ സ്ഥാനത്ത് എന്താണ് എടുക്കണേ? 1 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല എന്ത് വരും? e raised to 0x c1 cos x. കണ്ടോ? ഐയുടെ സ്ഥാനത്ത് ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. c1 cos x plus c2 sin x. അപ്പൊ y സമം നമുക്ക് എത്ര കിട്ടി? c1 cos x plus c2 sin x. ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് പാർട്ട്. അതായത് y-യുടെ ആൻസർ ഇൻ ടേംസ് ഓഫ് c1 c2 ൽ കിട്ടിയ ആൻസർ എത്രയാണ്? c1 cos x plus c2 sin x. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഈ c1ന്റെ c2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനായിട്ട് y0 is equal to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3 is equal to, ഈ ഇക്വേഷന്റെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ cos 0 എത്രയാണ്? 1. അപ്പൊ c1 പ്ലസ് sin 0 എത്രയാണ്? 0. അപ്പൊ നമുക്ക് c1 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3. c1 ന്റെ വാല്യൂ 3 കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? c1 into cos x ന്റെ മൈനസ് sin x പ്ലസ് c2 into cos x. y dash 0 നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1 ആണ്. therefore 1 is equal to, ഫസ്റ്റ് ടൈം 0 ആയിരിക്കും, രണ്ടാമത്തെ c2 ആവും. therefore c2 ന്റെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ c1 ന്റെ വാല്യൂ 3 എന്ന് കിട്ടി, c2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ദ സൊല്യൂഷൻ. y is equal to c1 ന്റെ സ്ഥാനത്ത് 3 cos x പ്ലസ് c2 ന്റെ സ്ഥാനത്ത് sin x. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് വരുന്ന ആൻസർ. ഫൈനലായിട്ട് വരുന്ന ആൻസർ y is equal to എന്താണ്? 3 cos x പ്ലസ് sin x എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ ഇതാണ്. എളുപ്പം എഴുതാണ് y ഡബിൾ ഡാഷ് സ്ഥാനത്ത് m സ്ക്വയർ എഴുതി, y ആണെങ്കിൽ 1 എഴുതി. അപ്പൊ m സ്ക്വയർ പ്ലസ് 1 is equal to 0. അപ്പൊ m സ്ക്വയർ is equal to -1. അപ്പൊ m സ്ക്വയർ is equal to -1 ആണെങ്കിൽ m എത്രയാണ്? പ്ലസ് ഓർ മൈനസ് ഐ ആണ്. ആൽഫ ഇൻ ദ ഫോം ഓഫ് ആൽഫ, റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 0. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് y എഴുതാനുള്ള ഫോർമുല e raised to alpha x into c1 cos beta x plus c2 sin beta x ആണ്. ഇപ്പൊ ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി? 0 എഴുതി. ബീറ്റയുടെ സ്ഥാനത്ത് 1 എഴുതി. ഇപ്പോ നമുക്ക് y-യുടെ ആൻസർ c1 cos x plus c2 sin x കിട്ടി. ഇനി c1 c2 കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കണ്ടീഷൻസ് വന്നിട്ട് y0 is equal to 3 ഉം y dash 0 is equal to 1 ഉം. y0 is equal to 3 ആകുമ്പോൾ 3 is equal to c1, കാരണം sin 0 0 ആണ്. അപ്പൊ c1 ന്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ c1 into minus sin x plus c2 cos x, രണ്ടാമത് y dash 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? c2 equal to 1 കിട്ടും. അപ്പൊ ഫൈനൽ സൊല്യൂഷൻ y-യുടെ അവസാനത്തെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 3 cos x plus sin x. ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.